അബ്ഷാക്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സവാള വടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും കാണുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സവാള വട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഞാൻ 2 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് ഈസ്റ്റ്. ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡാപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സോഡാപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇട്ടതിന് ശേഷം അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഈസ്റ്റാണ് ഇടുന്നതെങ്കിൽ ഒരു 5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ടേസ്റ്റ് വൈസ് ചിന്തിക്കണമെങ്കിൽ ഈസ്റ്റ് ഇടുന്നതാണ് നല്ലത്. പിന്നെ ഹെൽത്ത് വൈസ് ചിന്തിക്കണമെങ്കിലും ഈസ്റ്റാണ് നല്ലത്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊടിയിലോട്ട് സവാള ഇടാം. കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് ഈസ്റ്റ്, കുറച്ച് ഉപ്പ്, ഇത് വെള്ളമൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. ഇതൊരു സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇവിടെ ഞാൻ മൈദമാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളവും കുറച്ചും കൂടി ഇട്ടിട്ടാണ് ഈ പരുവത്തിൽ കുഴച്ചെടുത്തിരിക്കുന്നത്. ഈ പരുവാണ് വേണ്ടത്. ഇതൊരു 5 മണിക്കൂർ പൊങ്ങാൻ അനുവദിക്കുക. 5 മണിക്കൂറിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 10 മണിക്കെങ്കിലും ഇത് കുഴച്ച് വെച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ 3 മണിക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ സവാള വടയുടെ മാവ് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം കൈ വെള്ളത്തിൽ മുക്കിയിട്ട് കുറച്ചെടുത്തിട്ട് നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇടുക. അടുത്ത അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ കോരിയെടുക്കാൻ പോണാണ്. കൈ വെള്ളത്തിൽ മുക്കിയിട്ട് നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും.
കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.